ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനും ഉണ്ണിക്കണ്ണനും അപ്പനും കൂടി കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അപ്പനും മോനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും മഴയില്ല, മഴ പെയ്യോ ഇല്ല എന്നുള്ളത് ഒരു മഴ പെയ്താൽ നനയാതിരിക്കാനുള്ള മഴക്കോട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു വെയിലൊക്കെ ഇവിടെ പോയത് എണ്ണ അടിക്കാനാണ്. കൊല്ലം വരെ പോകണമെങ്കിൽ വണ്ടിക്കകത്ത് എണ്ണ വേണ്ടേ? എണ്ണ അടിച്ചാലേ വണ്ടി നീങ്ങത്തോളൂ. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി നേരെ വിട്ടത് അറ്റ്ലസിലോട്ടാണ്. കൊല്ലത്ത് അറ്റ്ലസ്. അങ്ങനെ അറ്റ്ലസിൽ പോയി ഉണ്ണിക്കണ്ണന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം മേടിച്ച് നേരെ ഞങ്ങൾ ബീച്ചിലോട്ട്. പെരുന്നാളായതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ മലയാളിയെക്കാട്ടിലും ബംഗാളികളായിരുന്നു ബീച്ചിലുണ്ടായിരുന്നത് കേട്ടോ. അവരുടെ ആഘോഷമല്ലേ പെരുന്നാൾ. അവർ തകർത്ത് ആഘോഷിക്കാനായിട്ട് എല്ലാവരും കൂട്ടുകാരുമായിട്ട് ഇറങ്ങിയപ്പോഴുള്ള ശുഷ്കാന്തി ഒന്നും മുഖത്ത് കാണുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? വേറൊന്നുമല്ല, അപ്പനോട്ട് ചെറുതാക്കിയതുകൊണ്ട് തന്നെ ഞാൻ ബീച്ചിൽ ഇറങ്ങാനോ കടല് കാണാനോ ഒന്നും ഞാൻ നിന്നില്ല. ഞാൻ അവിടെ ഒരു സൈഡിൽ കുത്തിയിരുന്നു. അപ്പനും മോനും പോയി കാലൊക്കെ നനച്ചിട്ട് കയറി വന്ന് എന്നെ കിണക്കം മാറ്റാനായിട്ട് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചെന്ന്. ഞാൻ കിണക്കാണെങ്കിലും നമ്മൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ തീരദേശ റോഡ് വഴി ഞങ്ങൾ അങ്ങ് പൊഴിക്കരയിൽ പോയി. പൊഴിക്കരയെന്ന് വെച്ചാൽ കടലും കായലും ഒന്നിക്കുന്ന സ്ഥലം. അതേ ഗൈസ്, ഇവിടെയാണ് അതാണ്ട് കടലും കായലും ഒന്നിക്കുന്നത്. ഈ കാണുന്നതാണ് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ വലത് ഭാഗത്ത് കായലും ഇടത് ഭാഗത്ത് കടലുമാണ്. അതുകൊണ്ട് ഈ കാണുന്നതാണ് കായൽ വന്ന് ഇവിടെയാണ് ഒന്നിക്കുന്നത്. അപ്പോൾ അവിടെ മീൻ പിടിക്കാൻ ചൂണ്ടയിടാനായാലും വലയെറിയാനായാലും കുറേ നേരം മീൻ പിടിക്കുന്നത് നോക്കിയിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷമയുള്ള പരിപാടിയാണ് ഈ മീൻ പിടുത്തം. കാരണം വലയെറിയും മീനെ കിട്ടത്തില്ല, പിന്നെയും വലയെറിയും മീനെ കിട്ടത്തില്ല. ഏതാണ്ട് ഞങ്ങൾ വന്നിരുന്നതിന് ശേഷം 10-12 പ്രാവശ്യം വരെ വലയെറിഞ്ഞ്. അതിനകത്ത് 1-2 മീൻ അങ്ങനെ. അപ്പനും മോനും ഞാനും കൂടി പാറയുടെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നേരെ ഞങ്ങൾ മഴ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറാനായിട്ട് പോയി ഗൈസ്.